എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഐ എം ഡിപ്രസ്ഡ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. DQ പോലെ ഒരാൾ അങ്ങനെ ഒരു കാര്യം ഇതുവരെ ഇട്ടിട്ടില്ല. വലിയ എന്തോ പ്രശ്നം വരുന്നതാണ് ആൾക്കാർ വിചാരിച്ചത്. അതിന്റെ കുറേ കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അദ്ദേഹം അതിന്റെ സെക്കൻഡ് വീഡിയോ ഇട്ടു. അദ്ദേഹം ഡിപ്രസ്ഡ് ആവാനുള്ള കാരണം മൊബൈലിന് അഡിക്റ്റ് ആയിട്ടാണ്. അത്രയും അഡിക്ഷൻ ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ക്വാളിറ്റിയും ഐക്യൂൻ ഉണ്ട് എന്നാണ് അവർ പുഷ് ചെയ്തൊരു കാര്യം. പക്ഷേ ഇത് ദുൽഖറിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമേജ് ബിൽഡ് ചെയ്തൊരു സാധനം. അതായത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് നാളെ റിയൽ ആയിട്ട് ദുൽഖർ ഒരു കാര്യം അഡ്രസ്സ് ചെയ്താലും ആൾക്കാർ എന്ത് വിചാരിക്കും? ഒരു ബ്ലാക്ക് വുമൻ വൈറ്റ് ബേബിക്ക് പാല് കൊടുക്കുന്നത്, ഫീഡ് ചെയ്യുന്നത് അവർ ക്യാമ്പയിനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര അഡ്രസ് അവർ ആ ബിൽഡ് ചെയ്യുന്നത് ഒരു ബോൾഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. ഒരു പ്രീസ്റ്റും നണ്ണും, അതായത് ഈ പള്ളിയിലച്ഛനും സിസ്റ്ററും തമ്മിൽ കിസ് ചെയ്യുന്ന ഒരു ഫോട്ടോ അവർ അഡ്രസ്സ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് സൊസൈറ്റിയിൽ നടക്കുന്ന റിയാലിറ്റീനെ അവർ പുഷ് ചെയ്തതാണ്. ഏത് ബ്രാൻഡ് ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ളത് അഡ്രസ്സ് ചെയ്യും? നോർമലായിട്ട് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് മൊബൈൽ ഫോൺ, അത് ഓക്കെയാണ്. അതിൽ ആപ്പിൾ ബിൽഡ് ചെയ്ത് എന്താ, നിങ്ങൾക്കൊരു സ്റ്റാറ്റസ് ബിൽഡ് ചെയ്യണമെങ്കിൽ ആപ്പിൾ ഉപയോഗിക്കണം. അതായത് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ആപ്പിൾ ഉപയോഗിപ്പിക്കാൻ. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ പലതും പ്രശ്നമായിരിക്കും, പക്ഷെ അവരത് പ്രശ്നമാക്കി ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുക. അതൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ബ്രാൻഡുകൾ പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന കടം വാങ്ങരുത് എന്ന് പറയുന്ന അതേ പോയിന്റിൽ ഉള്ളൊരു സംഭവം. ഒരുപാട് പേര് ഇനീഷ്യലി കടം വാങ്ങിയിട്ട് സക്സസ് ആയ ആൾക്കാരുണ്ട്. ലോജിക്കലി ആലോചിച്ചാൽ മതി. ഫണ്ട് കയ്യിൽ വെച്ചിട്ട് ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പലർക്കും പറ്റുന്നൊരു കാര്യമല്ല. എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് കല്യാണം കഴിക്കാന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ കയ്യിൽ ഫണ്ട് വന്നിട്ട് ഞാൻ ബിസിനസ് തുടങ്ങുമെന്ന് പറയുന്ന ഒരു കാര്യം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ എന്റെ കൂടെയുള്ളത് ഷംസ് കെ കുഞ്ഞാലിയാണ്, ന്യൂറോ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ്. ഹായ് ഷംസ്, വെൽക്കം ടു ദ ഷോ. ഹായ്, താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നോ ഷംസ്? സുഖം, അടിപൊളിയാണ്. ഷംസ്, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേര് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, സംതിങ് സ്പെഷ്യൽ എന്നുള്ളതാണ്. ഷംസിനെ എങ്ങനെയാണ് ഈ ഒരു സംതിങ് സ്പെഷ്യൽ ആക്കുന്നത്? അതായത് വേറിട്ട ഒന്ന്, പുതിയതായിട്ട് നമുക്ക് കേൾക്കുന്ന ഒന്നാണ് ന്യൂറോ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എന്നുള്ളത്. എനിക്ക് ഭയങ്കര നമുക്ക് എന്താ പറയാ, എന്താണിത് എന്ന് നമുക്ക് ശരിക്കും നമ്മളെ അട്രാക്ട് ചെയ്യും ആ ഒരു ടാഗ് ലൈൻ കാണുമ്പോൾ തന്നെ. അതിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഷംസ് പറയൂ, എന്താണ് ഈ ന്യൂറോ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ്? ഓക്കെ, ആദ്യം ഈ മാർക്കറ്റിംഗ് മേഖലയിൽ തന്നെയുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത് തന്നെ. അതായത് ഒരു ബ്രാൻഡിന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കേരളത്തിൽ അത്ര പോപ്പുലർ അല്ല. ഇപ്പോൾ രണ്ട് ബ്രാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ തമ്മിൽ ഡിഫറൻസ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് പലപ്പോഴും ഈ കോമ്പറ്റീറ്റർ എടുത്ത് നോക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്യിപ്പിക്കുന്ന ചില പോപ്പുലർ വേൾഡ് വൈഡ് ബ്രാൻഡ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 5 സ്റ്റാറും സ്നിക്കേഴ്സ്, രണ്ട് ചോക്ലേറ്റ് തന്നെയാണ്. പക്ഷേ സ്നിക്കേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിന് ഓർമ്മ വരുന്ന ഒരു വിശപ്പുള്ള സമയത്താണ്. അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 5 സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ് അവരുടെ ബ്രാൻഡിൽ പുഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കി, ഒരു കുറേ കമ്പനി എടുത്തിട്ട് ഇവരെ രണ്ടും പരസ്യങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഐഡന്റിറ്റി മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ ലെവലിൽ ഒരു കസ്റ്റമറുടെ മൈൻഡിൽ നമ്മുടെ ബ്രാൻഡോ നമ്മുടെ പ്രൊഡക്റ്റോ കേൾക്കുന്ന സമയത്ത് എന്ത് ചിത്രം വരണം എന്ന് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് മെയിൻലി ന്യൂറോ മാർക്കറ്റിംഗ് എലമെന്റിൽ വരിക. മനസ്സിലായി. ഓക്കെ, അപ്പൊ ഫ്രം റൂട്ട് ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒന്നാണ്. അതായത് എല്ലാ മാർക്കറ്റിംഗ് ഈ ഒരു പേഴ്സണാലിറ്റി അലൈൻ ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പൊ ഇതാണ് ഈ ന്യൂറോ മാർക്കറ്റിംഗിൽ ഫോക്കസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ്. അതായത് ഒരാളുടെ പേഴ്സണാലിറ്റി, ഇപ്പൊ ഷംസ് കെ കുഞ്ഞാലി എന്ന് പറയുമ്പോൾ ആളുടെ മനസ്സിൽ എന്ത് വരണം എന്ന് ഞാൻ നേരത്തെ ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് അതിന് അലൈൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യും മാർക്കറ്റിംഗിൽ പ്രത്യേകിച്ച്. ഓക്കെ, ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര അധികം അതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത് ആൾക്കാരിലേക്ക് ഇങ്ങനെയൊക്കെയാണ് അതിന് എത്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറെ വേർബ്സും ഫ്രേസസും ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഒരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും അത്രയ്ക്കൊന്നും നമ്മൾ ചിന്തിക്കില്ല. നമ്മുടെ മനസ്സിലേക്ക് ഈ പറയുന്ന പോലെ ഇപ്പം ഷംസ് ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും നമുക്ക് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുമ്പോൾ വേറിട്ട രീതിയിൽ അത് ഒരു കോമൺ മാനിലേക്ക് എത്തിക്കുന്നത്, അങ്ങനത്തെ ആ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിന് തൊട്ട് മുമ്പേ ഷംസ് എന്ന് പറഞ്ഞ ഒരാള്, ഷംസ് കെ കുഞ്ഞാലി എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്തു, അല്ലെങ്കിൽ വാട്ട് മോട്ടിവേറ്റ് ചെയ്തു ഷംസിനെ ഈ ഒരു ഇതിലേക്ക് എത്തിക്കാനായിട്ടെന്നത്, ആ ഒരു ജേർണി അതൊന്ന് പറയൂ. ഞാനൊരു 18, വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഒരു സംസാരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഏജിൽ ഉണ്ടാകുന്ന ഒരു താല്പര്യമുണ്ട് എല്ലാവരുടെ മുന്നിൽ നമ്മൾ ഇംപ്രസ് ചെയ്യിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയൊക്കെ നോക്കി, പാട്ട് പാടാൻ നോക്കി പറ്റുന്നില്ല, ഡാൻസ് കളിക്കാൻ നോക്കി പറ്റുന്നില്ല, എന്ത് ചെയ്തിട്ട് ഒരു ഇമേജ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എങ്ങനെ മിക്സഡ് സ്കൂളിൽ തന്നെ ആയിരുന്നു. ആ കോൺസെപ്റ്റ് അല്ല.
അല്ല ഓക്കെ, പക്ഷെ ഒരു ക്ലാസ്സിൽ മറ്റുള്ളവരുടെ ഇടയിൽ ഒന്ന് സ്റ്റാർ ആവുക, അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയാം, മനസ്സിലായി, ആ ചിന്ത ഉണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്തിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പ്രസംഗിക്കാനായിട്ട് കയറി. അത്യാവശ്യം നാക്ക് ആ സമയത്ത് ഉണ്ടെന്ന് പലരും പറയാറുണ്ട്, നാക്ക് കൂടുതലുണ്ട് എന്നുള്ളത്. അങ്ങനെ സംസാരിക്കാൻ കയറിയ സമയത്ത് ഏകദേശം എൻ്റെ ഒരു സുഹൃത്ത് ഭയങ്കരമായിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്തെന്നൊരു പ്രസംഗമുണ്ട്. അപ്പൊ അത് അന്ന് സ്റ്റേജിൽ കയറിയിട്ട് 1 മിനിറ്റും കൊണ്ട് എനിക്ക് പറഞ്ഞിറങ്ങേണ്ട അവസ്ഥ വന്നു. അതായത് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഈ കണ്ണിൽ ഇരുട്ട് വരുന്നൊരു സംഭവമുണ്ട് നമ്മൾ വലിയ ക്രൗഡിനെ ഫേസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു അധ്യാപകൻ എന്നോട് ചോദിച്ചു, ഷംസ് നിനക്ക് പഠിക്കാനോ പറ്റുന്നില്ല, നിന്നെ കൊണ്ട് സംസാരിച്ചിട്ടെങ്കിലും ജീവിക്കാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചു, അപ്പൊ അതും പറ്റുന്നില്ല, അപ്പൊ നീ എന്താ മുന്നോട്ടേക്ക് ചെയ്യാന്ന് ചോദിച്ചൊരു അധ്യാപകനുണ്ട്. അപ്പോൾ ആ അധ്യാപകൻ തന്നെ ഒരു ദിവസം നമ്മുടെ സ്കൂളിൽ ഒരാൾ ക്ലാസ് എടുക്കാൻ വന്ന സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര റെസ്പെക്ട് ആയിട്ട് സാറ് എന്നൊക്കെ വിളിക്കുന്നത് കേട്ടു. എനിക്കപ്പോൾ ഫീൽ തോന്നി, അദ്ദേഹം ആ വരുന്ന ക്ലാസ് എടുക്കാൻ വരുന്ന റെസ്പെക്ട് ചെയ്യണമെങ്കിൽ ആ ക്ലാസ് എടുക്കാൻ വരുന്ന ഒരാളായിട്ട് നമുക്ക് മാറിക്കൂടെ എന്നുള്ളൊരു ഒരു സംഭവം. ഇതിപ്പോ പറയുമ്പോൾ ചിലപ്പോൾ ഡ്രമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിലും ആ സമയം മുതൽ എന്നെ ഇൻസ്പയർഡ് ചെയ്തൊരു സാധനമാണ്. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് പാരന്റ്സിനോട് ചോദിച്ചു ഇങ്ങനെ ആയാലോ. അപ്പോൾ ആ സമയത്ത് പറഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് പാർട്ട് ടൈം ആയിട്ടൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോയാൽ മതി, റെസ്പെക്ട് കിട്ടുന്നു. പക്ഷെ അതെന്റെ മനസ്സിൽ എനിക്കൊരു തൃപ്തിയാവുന്നില്ല. അങ്ങനെ ആ സമയം മുതൽ ഒരു ക്ലാസ് എടുക്കുന്ന ആളായി മാറണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ. പിന്നീട് +2 കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. എനിക്കൊരു അവസരം കിട്ടി, ഒരു പ്രോഗ്രാമിന് പോയി, ഒരാളെ നെറ്റ്വർക്ക് ഉണ്ടാക്കി. ആ സമയം മുതൽ ആരെ കാണുമ്പോഴും ക്ലാസ് എടുക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ച് അവസാനം ക്ലാസ് എടുക്കാൻ ഒരു അവസരം കിട്ടി. ഡിഗ്രിക്ക് കയറിയവിടാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയത്. പക്ഷെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് എടുക്കാം? മോട്ടിവേഷൻ ക്ലാസ്സോ? ആ സമയത്ത് ലൈഫ് സ്കില്ല്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെ ഉണ്ടാക്കണം, നല്ല പിന്നെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുകൾ, അങ്ങനെ ലൈഫ് സ്കില്ലുകൾ ഉണ്ട് ഒരുപാട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും കൂടുതൽ എടുക്കുക. പിന്നെ മോട്ടിവേഷൻ അതിന്റെ ഒരു ഭാഗമായിട്ട് എടുക്കും എന്നുള്ളതാണ്. ആ സമയത്ത് മോട്ടിവേഷൻ ഒക്കെ ഭയങ്കര പോപ്പുലർ ആയ ഒരു സമയം. അങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു മറ്റൊരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഒരു PhD ഉള്ള ഒരു ഡോക്ടർ, അധ്യാപകൻ, പ്രിൻസിപ്പാള്, അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തത് അടുത്തതായിട്ട് സംസാരിക്കാൻ വരുന്നത് ഷംസ് സാർ. അത് വിളിച്ച സമയത്ത് ഒരു രോമാഞ്ചമായിരുന്നു. PhD ഉള്ള ഡോക്ടർ ഉള്ള ഒരാൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ഷംസ് സാർ എന്ന് പറഞ്ഞിട്ടാ. ആ സമയത്ത് ഞാൻ മറ്റു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ആ കോൾ ഞാൻ അത്രയും കാലം ആഗ്രഹിച്ചൊരു സാധനം കിട്ടി എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടിയത്. നമ്മൾ ലഹരിയാവാന്ന് അറിയില്ലേ. അതിനുശേഷം ഒരുപാട് കോളേജ് സ്കൂളിലൊക്കെ അന്ന് ക്ലാസ് എടുക്കാൻ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ കോളേജിൽ ഉള്ളതിനേക്കാളും ഞാൻ മറ്റു കോളേജിൽ ആ സമയത്ത് ക്ലാസ് എടുക്കാൻ പോകാറുള്ളത്. ആ സമയത്ത് തന്നെ ഇതേ സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുക്കാനും ഇതേ അധ്യാപകൻ ഇരിക്കുന്ന പ്രോഗ്രാമിൽ പോയിട്ട് എനിക്ക് ക്ലാസ് എടുക്കാനും പറ്റിയിട്ടുണ്ട്. അതും എടുത്തത് എന്തിനാന്ന് വെച്ചാൽ 9ാം ക്ലാസ്, 10, +1, +2 ഈ കുട്ടികൾക്ക് എങ്ങനെ A+ വാങ്ങാന്നുള്ള സബ്ജക്റ്റിൽ ഈ സാറ് പഠിപ്പിക്കുന്ന ക്ലാസ്സിലാണ് ഞാൻ പോയിട്ട് ക്ലാസ് എടുത്ത്. അപ്പോൾ ആ സമയം മുതൽ ഇതൊരു ഒരു ഈ പറഞ്ഞ ലഹരി മോഡിലേക്ക് നമുക്ക് കയറി തുടങ്ങി ക്ലാസ് എടുക്കുക എന്നുള്ളത്. അതിനുശേഷം 20ാം വയസ്സിൽ ഒരു കോർപ്പറേറ്റ് മേഖലയിലേക്ക്, ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ എൻ്റെ ഒന്ന് വിട്ടുപോയി. ഞാൻ ആ സമയത്ത് MBA ഡിഗ്രി കഴിഞ്ഞു, MBAക്ക് പോകാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. UK എല്ലാവരും ആഗ്രഹിക്കുന്ന UK പോകാനുള്ള പ്ലാനാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷൻസും ഞാൻ ചെയ്തു തീർത്തു. അവസാനം വീട്ടിൽ പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് എവിടെ പഠിക്കണം, UK എവിടെ പഠിക്കണം, ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം, എങ്ങനെയാണ് പോകേണ്ടത്, എത്ര ഫിനാൻസ് ആവും, അവിടെ പോയിട്ട് എവിടെ താമസിക്കണം, എല്ലാം റെഡിയാക്കി. അവസാനം വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഫിനാൻസ് വേണം, അത് എൻ്റെ കയ്യിലില്ല. അപ്പോൾ പറഞ്ഞു ഫിനാൻസ് എവിടുന്ന് കിട്ടും? ഞാൻ പറഞ്ഞു വീടിന്റെ ആധാരം തന്നാൽ മതി, ഞാനത് കൊണ്ട് പണയം വെച്ച്. ആ സമയത്ത് നമ്മൾ കൊളാറ്ററൽ വെക്കണമല്ലോ ലോൺ കിട്ടണമെങ്കിൽ. അപ്പോൾ പറഞ്ഞു കൊളാറ്ററൽ ഓൾറെഡി ബാങ്കിലാണ്, അവിടുന്ന് പോയി എടുത്ത് വേണമെങ്കിൽ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി വേറെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊളാറ്ററലാണ്. അപ്പൊ അങ്ങനെ ആ സ്വപ്നം ഡ്രോപ്പ് ചെയ്തു. ആ സമയത്താണ് DDU-GK എന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രൊജക്ടിനെ പറ്റിയിട്ട് അറിഞ്ഞത്. അങ്ങനെ ഒരു പ്രൊജക്ട് ഒരു കമ്പനിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ അവിടെ പരിചയമുള്ള ഒരാൾ എന്നെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഇന്റർവ്യൂവിന് പോയി. അങ്ങനെ ഈ DDU-GK എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന്, അതായത് ഫ്രീ ആയിട്ട് കുട്ടികളെ പഠിപ്പിച്ച് ജോലി കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പൊ അതിന്റെ സ്റ്റേറ്റ് ഹെഡ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളത് കൊണ്ട് എനിക്ക് അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതായത് ആ ഒരു പ്രൊജക്ടിന് കേരളത്തിൽ ആ കമ്പനിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഹെഡ് ചെയ്യേണ്ടത് ഞാനാണ്. അപ്പൊ അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. അന്ന് എനിക്ക് 20 വയസ്സാ എങ്ങനെ ഉള്ളൂ. ആ 20 വയസ്സിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ ഞാനായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് ഈ സ്റ്റേറ്റ് ഹെഡിന് ഭയങ്കര പണിയൊന്നുമില്ല. ഇതൊന്ന് മോഡറേറ്റ് ചെയ്യുക. അതിന്റെ അടിയിൽ കുറെ സ്റ്റാഫുകളുണ്ട്. ഈ സ്റ്റേറ്റ് ഹെഡിന് താഴെ ഓപ്പറേഷൻ ടീമും കാര്യങ്ങളുണ്ട്, അത് സ്റ്റുഡൻസ് ഉണ്ട്, അതിന്റെ അവർക്ക് ഹെഡ് ചെയ്യാനുള്ള സെൻട്രൽ ഹെഡ് ഉണ്ട്, അങ്ങനെ കുറെ ഡെസിഗ്നേഷൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് മോണിറ്റർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് ആ കമ്പനിയിൽ സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് സെയിൽസ് ട്രെയിനിങ് എടുക്കാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ മറ്റ് സ്കൂളിലോ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റിയിലോ എടുക്കുന്ന സമയത്ത് അത് ഒരിക്കലും നമ്മൾ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടല്ല, പക്ഷെ സെയിൽസിൽ എടുക്കാൻ ചാൻസ് കിട്ടിയത്. എനിക്ക് സെയിൽസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് RSA എന്ന് പറഞ്ഞ സെയിൽസിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഫാമിലിയായിട്ട് കുഞ്ഞു ബിസിനസ് ഉണ്ടായിരുന്നു, അതിൽ സെയിൽസിൽ ഇടപെട്ടിട്ട് അതിനോടൊരു താല്പര്യമുണ്ട്. അങ്ങനെ സെയിൽസിന്റെ മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് ആദ്യമായിട്ട് കമ്പനിയിൽ 20ാം വയസ്സിൽ സെയിൽസിന്റെ ക്ലാസ് എടുത്തു ഒരു കമ്പനിയിൽ. അപ്പൊ അവിടുന്ന് അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് കിട്ടി, അത്യാവശ്യം നല്ല പേയ്മെന്റും കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കോർപ്പറേറ്റ് മേഖലയിൽ നല്ലൊരു സാധ്യതയുണ്ട്. നമ്മൾ ഈ സ്കൂളിലും കോളേജിലും ക്ലാസ് എടുത്ത് നടന്നാൽ പോരാ,
അതിനുശേഷം കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലേക്ക് എൻ്റർ ചെയ്തു. 20-ാം വയസ്സ് മുതൽ കോർപ്പറേറ്റിൽ ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് എടുത്ത് തുടങ്ങിയത് തന്നെ ഈ പറഞ്ഞ പോലെ ആ കമ്പനിക്ക് തന്നെ 1000 കോടി ടേൺ ഓവറുള്ള കമ്പനി ABC ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഞാൻ ക്ലാസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത് വലിയൊരു പ്രൊഫൈലായിരുന്നു എനിക്ക്. ആ ഇനീഷ്യൽ പിച്ചിങ് കിട്ടിയാൽ അവർക്ക് കേരളത്തിൻ്റെ 10-700-ലധികം സ്റ്റാഫുകൾ അന്ന് ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അത്രയും വലിയൊരു കമ്പനി, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഏജ് വൈസ് നോക്കുമ്പോഴത്തേക്ക് വളരെ യങ് ആണ്. അന്ന് അത്രയും എക്സ്പോഷർ ഒന്നും ആ പ്രായത്തിൽ കിട്ടിയിട്ടില്ല ഷംസിന്. അപ്പം അങ്ങനെ അത്രയും വലിയൊരു കമ്പനി എങ്ങനെ കൺവിൻസ്ഡ് ആയി ഷംസിനെ പോലെ ഒരാളെ അവിടെ വെക്കാനായിട്ടും അവരുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് അത് ഏൽപ്പിക്കാനുള്ള ആ ഒരു വിശ്വാസമുണ്ടല്ലോ, അതെങ്ങനെയാ അപ്പോൾ ഷംസ് നേടിയെടുത്തത്? അത് ശരിക്കും ABCനോട് ചോദിക്കണ്ടോ, നിങ്ങൾ എന്തിനാ റിസ്ക് എടുത്തു എന്നുള്ളത് ചോദിക്കേണ്ടി വരും. എന്നാലും അവരെ കൺവിൻസ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി ഒരു ഇതുണ്ടാവുമല്ലോ. ഹൗ ഡിഡ് യു ഡു ദാറ്റ്? അല്ല, എന്നോട് ഇങ്ങോട്ടേക്ക് അവർ ചോദിക്കുകയാണ്, നമ്മളിങ്ങനെ സെയിൽസ് ടീം ഉണ്ട്, അവിടെ നമുക്കൊരു ക്ലാസ് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എടുത്തൂടെ, സെയിൽസ് ട്രെയിനിങ് കൊടുക്കണം എന്നുണ്ട്, ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് ഒരു പ്രപ്പോസൽ കൊടുത്തു, ഞാൻ ഇന്ന് മൊഡ്യൂൾ എടുക്കാം, ഇന്നലെ കവർ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അവിടെ എനിക്കൊരു പാർട്ണറും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ചേർന്നിട്ടാണ് ആദ്യമായിട്ട് ആ സെഷൻ നമ്മൾ അവിടുന്ന് ഹാൻഡിൽ ചെയ്തത്. അപ്പൊ ഈ പറഞ്ഞ പ്രശ്നം എനിക്ക് വന്നത് ഇതിന് ശേഷം ABC എന്നൊക്കെ ഞാൻ പ്രൊജക്റ്റ് ഒക്കെ കഴിഞ്ഞു പുറത്തിറങ്ങി അതിനുശേഷം ഞാൻ ക്ലയൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നത്. എന്ത് ക്രെഡിബിലിറ്റിയിലാണ് ഉള്ളത്, നിനക്കൊരു വലിയ $1 million കമ്പനി കാണിച്ചു തരാനുണ്ടോ? അപ്പൊ അങ്ങനെ ഇല്ലാത്ത നീ എങ്ങനെയാണ് നമ്മുടെ ടീമിന് ക്ലാസ് ഇഷ്ടം പോലെ? തുടക്ക സമയത്ത് ആ പ്രശ്നം എന്തായാലും, പിന്നെ കാണാനും ഭയങ്കര യങ് ആയിരിക്കും അല്ലേ? കാരണം ശരിക്കും ഇതൊക്കെ ഇറ്റ് ഓൾ മാറ്റേഴ്സ്. എത്രയാന്ന് പറഞ്ഞാലും ഫിസിക്കൽ ഒരു അപ്പിയറൻസ്, ദ വേ നിങ്ങളെ പ്രസന്റ് ചെയ്യുന്ന രീതി, ഇതൊക്കെ കമ്പനി, പ്രത്യേകിച്ചും കോർപ്പറേറ്റ് കമ്പനീസ് ഒക്കെ അവരങ്ങനെയാണല്ലോ. ഫസ്റ്റ് ആ ഒരു ലുക്കിൽ നോക്കി ആൻഡ് പ്രസന്റബിൾ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ ആണല്ലോ ഒരു കമ്പനി ആദ്യം നിങ്ങളെ ഇതാക്കുക, ജഡ്ജ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ സമയത്ത് റിജക്ഷനും ഫേസ് ചെയ്ത സമയത്ത് ഷംസിനെ മോട്ടിവേറ്റ് ചെയ്തത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും? അല്ല, ഞാൻ ഒരു കുഞ്ഞു കഥയുണ്ട് എന്നെ ഇൻസ്പയർഡ് ആയി ആ സമയത്ത് ചിന്തിക്കുന്ന ഒരു കഥയുണ്ട്. പണ്ടൊരു സെയിൽസ്മാൻ ഒരു കമ്പനിയിൽ ജോലി കയറി. ഈ ജോലിക്ക് കയറിയ സമയത്ത് ഈ സെയിൽസ്മാൻ ക്ലയൻസിനെ വിളിക്കും. അപ്പോൾ കുറേ ക്ലയൻസിനെ വിളിക്കും. ഒന്നാമത്തെ ക്ലയൻറ്റ്, രണ്ടാമത്തെ ക്ലയൻറ്റ്, എന്നിട്ട് ഒരു 10 ക്ലയൻറ്റിനെ വിളിക്കുന്ന സമയത്ത് ഒരു ക്ലയൻറ്റ് എല്ലാത്തിനും റിജക്ട് ചെയ്യാൻ തുടങ്ങി. ഒരു ക്ലയൻറ്റ് എല്ലാത്തിനും റിജക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ സെയിൽസ്മാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ക്ലയൻറ്റിന് 2 ദിവസം കഴിഞ്ഞ് പിന്നെയും വിളിക്കും, പിന്നെയും ഒരു 10 ദിവസം കഴിഞ്ഞ് പിന്നെയും ഇതേ ക്ലയൻറ്റിനെ വിളിക്കും, പിന്നീട് ഒരു 15 ദിവസം ഇതേ ക്ലയൻറ്റ്. ഈ ക്ലയൻറ്റ് ഓരോ തവണ ക്ലയൻറ്റ് വിളിക്കുമ്പോഴും ഓരോ റീസൺസ് പറയും. ആദ്യ തവണ എമൗണ്ട് പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തവണ ഇവൻ എമൗണ്ട് പ്രശ്നമല്ല എന്നുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് പിന്നെയും വിളിക്കും. അപ്പോൾ പുള്ളി അടുത്ത റീസൺ പറയും, എനിക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൺവിൻസ്ഡ് അല്ല. അപ്പോൾ ഈ സെയിൽസ്മാൻ ആ ക്വാളിറ്റി എങ്ങനെ കൺവിൻസ്ഡ് ആക്കാന്ന് കണ്ടുപിടിച്ചിട്ട് വീണ്ടും വിളിക്കും. അങ്ങനെ ഒരു ഏകദേശം ഒരു 2-3 മാസം ഫോളോ അപ്പ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ ക്ലയൻറ്റ് ഭയങ്കര ദേഷ്യം വന്നു. പുള്ളി എന്നിട്ട് ഇദ്ദേഹത്തിന് നിങ്ങൾ അഡ്രസ്സ് എവിടെയാണെന്ന് വെച്ചിട്ട് ആ കമ്പനിയിലേക്ക് പോയി. പോകുന്ന സമയത്ത് ഇദ്ദേഹം കാണുന്നത് അദ്ദേഹം മാനേജർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മാനേജർ പൊസിഷൻ നിങ്ങളാണോ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് സെയിൽസ്മാൻ ആയിരുന്നു, ഇപ്പൊ ഞാൻ 3 മാസം കൊണ്ട് ഇവിടുത്തെ മാനേജറായിട്ട് ഞാൻ ഇവിടെ മാറി, അതിന്റെ കാരണം താങ്കളാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അതെങ്ങനെ ഞാൻ കാരണമാവുക? പറഞ്ഞു, നിങ്ങൾ ഓരോ തവണ ഓരോ റീസൺസ് പറയുമ്പോൾ ഞാൻ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ആ സൊല്യൂഷൻ കൊണ്ട് എനിക്ക് ഇപ്പുറം 10 ക്ലയൻസിനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഓരോ തവണ നിങ്ങളാണ് എനിക്ക് സെയിൽസ് ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്. ഇതേപോലെ ഇപ്പൊ നമുക്കൊരു റിജക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ അടുത്ത ക്ലയന്റിന് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയം മുതൽ മെയിൻ ആയിട്ട് ചോദിച്ചൊരു ചോദ്യം ക്രെഡിബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്രെഡിബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ ആദ്യം ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. എനിക്ക് അത് എങ്ങനെ സോൾവ് ചെയ്യണം? ഇപ്പൊ എൻ്റെ അടുത്ത് കാണിക്കാനൊന്നുമില്ല, ആകെ ഉള്ളത് അവരൊരു ഓപ്പർച്യൂണിറ്റി തന്നാൽ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് മാത്രമേ എൻ്റെ കയ്യിലുള്ള കോൺഫിഡൻസ് ഉള്ളൂ. ഭയങ്കര ഹ്യൂജ് സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ പലരും ഞാൻ പറയട്ടെ, അന്നായാലും ഇന്നായാലും സർട്ടിഫിക്കറ്റ് എന്നോട് ചോദിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് എന്ത് സർട്ടിഫിക്കറ്റ്, MBA ഉണ്ടോ അല്ലെങ്കിൽ IIM സർട്ടിഫിക്കറ്റ് ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല. അന്ന് മുതൽ ഇന്നും എൻ്റെ ക്ലയൻസ് ചോദിച്ചിട്ടില്ല. പക്ഷെ ഇത് നീ ചെയ്യാൻ എന്ത് ക്രെഡിബിലിറ്റി ആയുള്ളതെന്ന് ചോദിക്കും. അതായത് അവർക്ക് ഞാൻ സക്സസ്ഫുൾ ആണോ എന്ന് അറിയുന്ന ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ അവിടെ ഞാൻ കുറച്ച് ഉദാഹരണങ്ങളും അല്ലെങ്കിൽ കുറച്ച് രസകരമായിട്ടുള്ള മറുപടികളായിട്ട് അവരെ ഹാൻഡിൽ ചെയ്യും. ഇപ്പോൾ ആ സമയത്തൊക്കെ അവരാദ്യം നമ്മൾ ഈ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പലപ്പോഴും പലതും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലാണ് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത്. അതായത് അവരായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റി, റാപ്പോർട്ട് ബിൽഡിംഗ് എന്നൊക്കെ നമ്മൾ അതിനെ പറയും. അതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ സമയത്തേക്ക് ഞാൻ പറയും, സാറേ ഈ മയിൽക്കുറ്റികൾ ഒരിക്കലും സഞ്ചരിക്കാറില്ല, അവർ ദിശകൾ കാണിച്ചു കൊടുക്കാറേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് റാപ്പോർട്ട് ബിൽഡ് ചെയ്യാനാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പള്ളി മണികൾ പുറത്തുനിന്ന് അടിക്കാറില്ല, അവർ ഉള്ളിൽ കയറാറില്ല, പക്ഷെ വിശ്വാസികളൊക്കെ അവർ ഉള്ളിൽ കയറ്റും എന്ന് പറയുന്ന പോലെ. അല്ലെങ്കിൽ എല്ലാ ടീച്ചേഴ്സും ഓൾറെഡി സക്സസ്ഫുൾ ആണെങ്കിൽ ഒരിക്കലും സ്റ്റുഡൻസിനെ പഠിപ്പിച്ചെടുക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. സക്സസ്ഫുൾ ആയ ആൾക്കാർ ഇതിന്റെ പുറകിൽ പോലെ സിവിൽ സർവീസ് പഠിപ്പിക്കുന്ന എല്ലാവരും സിവിൽ സർവീസ് അച്ചീവ് ചെയ്ത ആൾക്കാരല്ല. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുറച്ച് സ്ഥലങ്ങൾക്ക് പറയുന്ന റിലേഷൻഷിപ്പ് ബിൽഡ് ആവും. അതിനുശേഷം ഞാൻ പറയും, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തരികയാണെങ്കിൽ അതിൽ കൺവിൻസ്ഡ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ എമൗണ്ട് റീപേ ചെയ്യാൻ റെഡിയാണ്. ഇതുവരെ എനിക്ക് റീഫണ്ട് കൊടുക്കേണ്ടി വന്നിട്ടില്ല.
അപ്പൊ അത്യാവശ്യം ഈ പറഞ്ഞ് തുടങ്ങിയത് 1000 CR ടേൺ ഓവറിലെ കമ്പനി ആയതുകൊണ്ട് അതിനുശേഷം നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അവരെ ഹാപ്പി ആയതും ഞാൻ ധൈര്യമായിട്ട് അവരുടെ നമ്പർ കൊടുക്കും, ഇന്നാളെ വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം, റെഫറൻസ് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അങ്ങനെ ഇതൊരു ചോദിച്ചൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. സോ ആ സമയം മുതൽ ഏകദേശം എനിക്കൊന്ന് 21-22 വയസ്സ് മുതൽ തന്നെ അത്യാവശ്യം ക്ലയൻസ് 22-ാം വയസ്സിൽ UAE ഞാൻ പോയിട്ടുണ്ട്. UAE ക്ലയൻസ് ആ സമയത്ത് ആയിട്ടുണ്ട്. അപ്പം ബേസിക്കലി നമ്മളുടെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഇൻവെസ്റ്ററിന്റെ ഒരു തിയറി ഉണ്ട്, പീപ്പിൾ ഡോണ്ട് ഇൻവെസ്റ്റ് ഓൺ ഐഡിയാസ്, ദേ ഇൻവെസ്റ്റ് ഓൺ പീപ്പിൾ എന്നാ പറയാ. അവർക്ക് അറിയേണ്ടത് ഐഡിയ അല്ല, അത് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിവുള്ള ആളാണോ എന്നുള്ളതാ. അപ്പോൾ അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് നമുക്ക് അവർക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ROI നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് വർക്ക് തരും. ഓക്കെ അങ്ങനെ അത് അവിടുന്ന് തുടങ്ങി അല്ലേ? അതെ. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്നിപ്പോ എത്രയോ കമ്പനികൾ ഈ പറയുന്ന പോലെ 1000 crores ഒക്കെ ടേൺ ഓവർ ഉള്ള പല കമ്പനികളെയും ഇന്നിപ്പോ ഹെൽപ്പ് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു അല്ലെ? ഇപ്പോ ഷംസ് ചെയ്യുന്ന കമ്പനിയുടെ പേരെന്ന് പറയുന്നത് മാസൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. മാസൽ എന്ന് പറയുന്നതിന്റെ ഒരു CEO അല്ലെങ്കിൽ ഇത് ഒരു സിംഗിൾ ഓണർ ആണോ, ഷംസ് മാത്രമാണോ ഇതിന്റെ പിന്നില്? അല്ലല്ല, എനിക്കൊരു പാർട്ണർ കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേര് ചേർന്നിട്ടാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ പേര് വിപിൻ. ഓക്കെ. അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്യുന്ന HR മേഖലയിലാണ്. എന്റെ സ്പെഷ്യലൈസേഷൻ ഈ പറയുന്ന പോലെ ന്യൂറോ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ബ്രാൻഡിംഗ് സെഗ്മെന്റിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ മാസൽ എന്ന് പറയുന്ന കമ്പനി ഫോം ചെയ്തിട്ട് എത്ര നാളായി? 2.5 വർഷം. 2022 സെപ്റ്റംബറിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പൊ മാസലിന്റെ കീഴിലാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ബാക്കി എല്ലാ കോർപ്പറേറ്റ് കമ്പനീസും ഇപ്പൊ കൺസൾട്ടിംഗ് ഒക്കെ ചെയ്യുന്നത് മാസലിന്റെ കീഴിൽ തന്നെയാണ്. ഓക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഈ ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇത് വളരെ പുതിയതായിട്ടുള്ള ഒരു പേര് തന്നെയാണ്. സാധാരണ നമ്മൾ ഏതൊരു കാര്യങ്ങളും നമ്മൾ എപ്പോഴും കാണുന്നത് മാർക്കറ്റിംഗ് പരസ്യങ്ങൾ അഡ്വർടൈസ് ചെയ്യുക, എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അതിനെ നമ്മുടെ കോമൺ മാനിലേക്ക് എത്തിക്കുന്നത് പരസ്യം ത്രൂ ആണ്. അതും തന്നെ നമ്മൾ TV ആഡ്സിലൂടെ കാണുന്നുണ്ട്, പ്രിന്റ് മീഡിയയിൽ കാണുന്നുണ്ട്, പിന്നെ ഹോർഡിങ്സിൽ കാണുന്നുണ്ട്, ഫ്ലെക്സ് വെക്കുന്നുണ്ട്. ഇങ്ങനെ പല വേറിട്ട രീതിയിലേക്കാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തിപ്പെടുന്നത്. അതിൽ നിന്നുമൊക്കെ എങ്ങനെയാണ് ഈ ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഐഡിയ ഷംസിന്റെ മനസ്സിലേക്ക് എത്തുന്നത്? അല്ല, ഞാൻ ഈ പറഞ്ഞ എനിക്ക് മാർക്കറ്റിംഗ് ഒരു പോയിന്റിൽ ഞാൻ സെയിൽസ് ക്ലാസ് എടുത്ത് തുടങ്ങിയതാണെങ്കിലും പിന്നീട് ഞാൻ സെയിൽസ് കംപ്ലീറ്റ്ലി മാറ്റി. പിന്നീട് എനിക്കൊരു പോയിന്റിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വിഷയത്തെ റിസർച്ച് നടത്തി തുടങ്ങി. എസ്പെഷ്യലി കോവിഡ് സമയത്താണ്. ആ സമയത്താണ് നമുക്ക് കുറേ സമയം നമ്മളെ കയ്യിൽ കിട്ടുക. ആ സമയത്താണ് ഈ മാർക്കറ്റിംഗ് മേഖലയിൽ കുറച്ച് കേസ് സ്റ്റഡികളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ആ മേഖലയിൽ പഠിച്ചു തുടങ്ങിയത് ആ സമയത്ത്. അതായത് 2020 മാർക്കറ്റിംഗ് എന്ന മേഖലയിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ പരസ്യങ്ങൾ ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് പരസ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഇരുന്നുണ്ട്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഈ മാർക്കറ്റിംഗ് തന്നെ ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ബ്രാൻഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം. അത് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ന്യൂറോ മാർക്കറ്റിങ്ങിന് ഭയങ്കര റോൾ ഉണ്ട്. ഇപ്പം ഞാൻ അതിനെ കുറച്ചും കൂടി രസകരമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നെസ്ലെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. ഈ ബ്രാൻഡ് ജപ്പാനിൽ പണ്ട് അവരുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോയി. അവർ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് മറ്റ് കൺട്രീസിൽ പോകുന്ന സമയമാണ്. അങ്ങനെ ജപ്പാനിലേക്ക് എത്തി. പക്ഷേ ജപ്പാനിൽ ആരും ഇവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഒരു നോർമൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അഡ്വർടൈസ്മെന്റ് കൊടുക്കും, സിനിമാ നടന്മാരെ കൊണ്ടുവരും, അല്ലെങ്കിൽ വലിയ ഹോർഡിങ്സ് വെക്കും. ഇതൊക്കെയാണല്ലോ ചെയ്യുക. അതായത് കൂടുതൽ പബ്ലിസിറ്റിയിലേക്ക് എത്തിക്കാൻ നോക്കുക. അതായത് പബ്ലിസിറ്റിയിലേക്ക് എത്തിക്കാൻ നോക്കുക. ഇതാണ് ടേം. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ക്ലൊട്ടൈൽ റപ്പൈൽ എന്ന് പറയുന്ന ന്യൂറോ മാർക്കറ്റിംഗിന് തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ലോകത്തിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കൺസൾട്ടന്റ് ഉണ്ട്, ക്ലൊട്ടൈൽ റപ്പൈൽ എന്ന അദ്ദേഹത്തിന്റെ പേര്. പുള്ളി ജപ്പാനിലേക്ക് വന്നു. ഈ കമ്പനി നെസ്ലേനെ കുറിച്ച് പഠിച്ചു. പുള്ളി പറഞ്ഞ് പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾ തിരിച്ചു വിളിക്കണം, മാർക്കറ്റിൽ നിന്ന് ഫുൾ പ്രൊഡക്റ്റ് തിരിച്ചു വിളിക്കണം. തിരിച്ചു വിളിച്ചതിന് ശേഷം നിങ്ങൾ മാർക്കറ്റിൽ നെസ്ലയുടെ ചോക്ലേറ്റും നെസ്ലയുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ലോഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ മാർക്കറ്റിലേക്ക് ഇത് രണ്ട് ലോഞ്ച് ചെയ്ത് കുറച്ച് നാൾ ഈ പ്രൊഡക്റ്റ് മാത്രം മാർക്കറ്റിലേക്ക് ഇറക്കി. അതിനുശേഷം കൊട്ടലപ്പയിൽ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കിക്കോ എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ജപ്പാൻ മാർക്കറ്റിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള കഫൈൻ ബ്രാൻഡിലും കോഫി പ്രൊഡക്റ്റ് വെക്കുന്നത് നെസ്ലെയാണ്. അപ്പോൾ ഇവിടെ നടന്നൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം വന്നതിന് ശേഷം ഈ പ്രൊഡക്റ്റ് കഴിക്കുന്ന സമയത്ത് ആൾക്കാരിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പുള്ളി പഠിക്കുക. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന കുറച്ച് ടൂളുകളുണ്ട് ന്യൂറോ മാർക്കറ്റിൽ. EEG എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. അതുപോലെ തന്നെ ഫങ്ഷണൽ MRI എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. അതുപോലെ തന്നെ GSR എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഇമ്പാക്ട് സയന്റിഫിക്കലി അനലൈസ് ചെയ്യുന്ന കുറെ ടൂളുകളാണ്. ഓക്കെ. ഇപ്പൊ FMRI എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. പിന്നെ നമ്മൾ EEG എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനിലും കാര്യങ്ങളിലും നടക്കുന്ന, അല്ലെങ്കിൽ ഇമോഷണലി നമുക്ക് ശരീരത്തിൽ നടക്കുന്ന ഇമ്പാക്ട് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. GSR എന്ന് പറയുന്നത് നമ്മളുടെ ഈ സ്കിന്നിൽ ഉണ്ടാവുന്ന ഇംപ്രഷൻസ് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സ്കിൻ റെസ്പോൺസ് ആണ് ആക്ച്വലി GSR. ഇങ്ങനെ കുറേ ടൂളുകളുണ്ട് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് നമുക്ക് സയന്റിഫിക്കലി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പുള്ളി ഇത് പഠിച്ച സമയത്ത് ഈ കോഫി, ഇവരുടെ നെസ്ലേൻ്റെ കോഫി ഒക്കെ കുടിക്കുന്ന സമയത്ത് ആൾക്കാരിൽ ഒരു നെഗറ്റീവ്, ഒരു താല്പര്യമില്ലായ്മയാണ് അനലൈസ് ചെയ്യാൻ പറ്റുക. അത് പുള്ളി പഠിച്ച സമയത്ത് മനസ്സിലായി. ചെറുപ്പം മുതൽ ജപ്പാനിലെ എല്ലാ ആൾക്കാരും കോഫി കുടിക്കുന്നില്ല, ചായ കുടിച്ചിട്ടാണ് വളരുന്നത്.
അവിടെ കോഫി വരുന്ന സമയത്ത് അവർക്ക് ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും. ഓക്കെ. അപ്പൊ പുള്ളി തീരുമാനിച്ചു ആദ്യം ഇവരെ കോഫി ഇഷ്ടപ്പെടുത്തണം. അതിന് നമ്മൾ കുട്ടികളെ പിടിക്കണം. കുട്ടികളെ പിടിക്കണമെങ്കിൽ അവിടെ ചോക്ലേറ്റ് ലോഞ്ച് ചെയ്യണം. അങ്ങനെ ചോക്ലേറ്റ് ലോഞ്ച് ചെയ്തിട്ട് കുട്ടികളുടെ ടേസ്റ്റ് ബിൽഡ് ചെയ്തു, സോഫ്റ്റ് ഡ്രിങ്ക്സ് ബിൽഡ് ചെയ്തു. ഇത് അവരിൽ മെല്ലെ മെല്ലെ പോപ്പുലർ ആക്കിയിട്ടാണ് ഇതിന്റെ മുകളിൽ ലോഞ്ച് ചെയ്ത്. ഇതാണ് ന്യൂറോ മാർക്കറ്റിംഗ് സാധാ മാർക്കറ്റിംഗ് തമ്മിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡിഫറൻസ്. ഒന്ന് പരസ്യമാണ്, മറ്റ് സയന്റിഫിക്കലി ഉള്ള അപ്രോച്ചാണ്. കറക്റ്റ് ക്രൗഡിനെ കണ്ടുപിടിച്ച് എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് പൾസ് മനസ്സിലാക്കിക്കൊണ്ട് കളിക്കുന്ന ഒന്ന് അല്ലേ? കറക്റ്റ് പറഞ്ഞ ബ്രെയിനിന്റെ ന്യൂറോൺസ് യെസ് മനസ്സിലാക്കിയിട്ട് കളിക്കുന്ന ഒരു സാധനമാണ് ന്യൂറോ മാർക്കറ്റിംഗ് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ക്ലിയർ ആയിട്ട് അങ്ങ് എത്തും. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സയന്റിഫിക്കലി അത് മനസ്സിലാവും, ഇത് എത്തൂ ഇല്ലയോ, എന്തുകൊണ്ട് ഇറക്കണം എന്നുള്ള സയന്റിഫിക്കലി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ചില ആൾക്കാര് ഭയങ്കര ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ആ ബ്രാൻഡ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും ക്വാളിറ്റിയിലുള്ള സാധനം വലിയ നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൽ നിന്നും ചിലപ്പം കിട്ടിയെന്ന് വരാം. പക്ഷെ നമുക്കത് അറിയുന്നില്ല. നമുക്ക് ആ ബ്രാൻഡിന് മുകളിലുള്ള ഒരു വിശ്വാസമുണ്ട്, അവർ തരുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസും ഒരു വിശ്വാസവും. അത് ഒരു സാധാരണ ആൾക്കാരിൽ എങ്ങനെയോ ഉണ്ടാക്കി, ഓക്കെ 10 രൂപ കൂടുതൽ കൊടുത്താൽ എന്താ, ബ്രാൻഡഡ് സാധനമല്ലേ, നമുക്ക് ധൈര്യത്തോടെ വാങ്ങാം എന്ന് വിചാരിക്കുന്ന, ഇപ്പൊ ഞാനൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആ വിചാരം എന്ന് പറയുന്നത് അപ്പൊ ശരിയാണോ? ഇങ്ങനെ അത് ഈ മാർക്കറ്റിംഗിന്റെ ഒരു തന്ത്രമാണോ ഇതെല്ലാം? നമ്മൾ പണ്ടേ പറയാറുണ്ട്, ബിസിനസ്സിൽ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് എല്ലാ ബിസിനസ് എന്ന് പറയും. ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് എല്ലാ ബിസിനസ്സും, അങ്ങനെയാണ് നമ്മൾ പൊതുവെ പറയാം. നിങ്ങളുടെ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആണ് നിങ്ങൾക്ക് ബിസിനസ്മാൻ ആവാന്ന് പറയാം. പക്ഷെ ശരിക്കും അങ്ങനെ വേണമെന്നില്ല. അതായത് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ബ്രാൻഡ് സെറ്റപ്പ് ചെയ്യാം. ആപ്പിൾ എന്ന് പറയുന്ന ഫോം ബിൽഡ് ചെയ്തത് അങ്ങനെയാണ്. അതായത് അവിടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സാധനം ആരുടെ പ്രശ്നമൊന്നും ആയിരുന്നില്ല. പക്ഷെ ആപ്പിൾ എന്താ അത് പ്രശ്നമാക്കി. നിങ്ങൾക്ക് സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യണമെങ്കിൽ ആപ്പിൾ വേണം. ശരിക്കും നമുക്ക് നോർമൽ ആയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ആണ് മൊബൈൽ ഫോൺ. അത് ഓക്കെയാണ്, ആ മേഖല ഓക്കെയാണ്. പക്ഷെ അതിൽ ആപ്പിൾ ബിൽഡ് ചെയ്തത് എന്താ, നിങ്ങൾക്കൊരു സ്റ്റാറ്റസ് ബിൽഡ് ചെയ്യണമെങ്കിൽ ആപ്പിൾ ഉപയോഗിക്കണം. അതായത് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ആപ്പിൾ ഉപയോഗിപ്പിക്കാൻ. സ്കിൻ കെയർ ഇൻഡസ്ട്രി പലപ്പോഴും അങ്ങനെ ചെയ്യാം. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിലെ പലതും പ്രശ്നമായിരിക്കും, പക്ഷെ അവരത് പ്രശ്നമാക്കി ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കും. അതൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ടും ബിസിനസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ബ്രാൻഡുകൾ പലപ്പോഴും ചെയ്യുന്നത്. അതായത് ഒരു ട്രസ്റ്റ്, ഒരു സ്റ്റാറ്റസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കും. ഓക്കെ, ഇതൊക്കെ മാർക്കറ്റിംഗിന്റെ ഓരോ തന്ത്രങ്ങൾ, ഓരോ ഐഡിയാസ് അല്ലെ, ഓരോരോ ട്രിക്കുകളാണ് ഇതെല്ലാം. ട്രിക്ക് എന്ന് പറയും. അതുപോലെ ഞാൻ ഒന്നും കൂടി അതിലൂടെ ആഡ് ഓൺ ചെയ്യണേ. അതൊരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പേരുണ്ടാക്കുന്ന ഒരു വിശ്വാസമാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. വെരി സിൻസിയർലി പറയുകയാണെങ്കിൽ, ഇപ്പം എനിക്ക് എൻ്റെ പരിപാടി എൻ്റെ നാട്ടിലൊരു ഇവന്റ് നടക്കുന്നു. ആ ഇവന്റിലേക്ക് എനിക്ക് മമ്മൂട്ടി അദ്ദേഹത്തെ വിളിക്കണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഉണ്ടാക്കിയ പേര് പേയ്മെന്റ് കൊടുക്കണം. അതേ സംബന്ധിച്ച് നമ്മളിപ്പോൾ അലിൻ ജോസ് പെരേരയാണ് ഞാൻ വിളിക്കുന്നതെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ പേരിനുള്ള പേയ്മെന്റ് ഞാൻ കൊടുത്താൽ മതിയാവും. ഇതാണ് ശരിക്കും ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ ഈ വാൻ ഹൗസ് എന്ന് പറഞ്ഞ ഡ്രസ്സിന് അത് ഉണ്ടാക്കിയ ക്രെഡിബിലിറ്റിക്കുള്ള പേയ്മെന്റ് ഞാൻ കൊടുത്തേ പറ്റുള്ളൂ. അത് അവരുടെ മാർക്കറ്റിംഗിലും ബ്രാൻഡിങ്ങിലും അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതായത് ശരിക്കും ഒരു പേരാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. പഴയ ഒഴിഞ്ഞ ടിന്നും എല്ലാം കിടപ്പുണ്ടോ? അതിന് മുകളിൽ ഒരു തുള ഉണ്ടാക്കാൻ പറ്റുമോ? എന്നിട്ട് അതിനകത്ത് 100 രൂപ ദിവസം ഡെയിലി ഇട്ടാൽ മതി. 360 ദിവസം കഴിയുമ്പോൾ 36,000 രൂപ അതിനകത്തുണ്ടാവും. ഈ 36,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് നേപ്പാളിൽ പോകാം. പോയിട്ട് സുഖമായിട്ട് പോയി സഞ്ചരിച്ച് കാഴ്ച കണ്ടുവരാം. ഭൂട്ടാനിൽ പോയിട്ട് വരാം. മാൽദീവ്സിൽ വേണേൽ പോയിട്ട് വരാം. അവിടുത്തെ ഏറ്റവും 5 സ്റ്റാർ ഹോട്ടലൊന്നും താമസിക്കാൻ പറ്റുന്നില്ല. തലസ്ഥാന മാലിയിൽ അത്യാവശ്യം നല്ല അക്കോമഡേഷൻ താമസിക്കാം. ശ്രീലങ്ക ഇപ്പോഴത്തെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട്. ശ്രീലങ്കയിൽ പോയിട്ട് വരാം. തായ്ലൻഡിൽ പോയിട്ട് വരാം. ഈ 5 എണ്ണം ഞാനിപ്പോൾ ഗ്യാരണ്ടി തരാം. ഇപ്പോഴും 36,000 രൂപ പോകുന്ന സാധനമാണ്. പഴയ ഒരു ടിന്നും ഡെയിലി എടുക്കാൻ 100 രൂപ ഉണ്ടെങ്കിൽ കാര്യം നടക്കും. ഇതില് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് യാത്ര ചെയ്യാന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് യാത്ര ചെയ്യാന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. യാത്ര എന്ന് പറയുന്നത് പലരും എക്സ്പെൻസ് ആയിട്ട് കാണുന്ന ഒരു സാധനം. ആക്ച്വലി അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് ഒരു ആസ് എ ന്യൂറോ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് അല്ലെങ്കിൽ ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് പറയുന്നത് ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ആക്ച്വലി സയൻസ് ആണ്, പ്യൂർലി സയൻസ് ആണ് ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പെർസെപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ന്യൂറോൺസ് ബ്രെയിനിൽ വ്യത്യസ്ത ന്യൂറോൺസ് ആക്ടിവേറ്റ് ആകാൻ ഹെൽപ്പ് ആകുന്ന ഒരു പ്രോസസ്സാണ് യാത്ര എന്ന് പറയുന്നത്. അതായത് അഡാപ്റ്റബിലിറ്റി സ്കിൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. ചില സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു സ്കില്ല്, അത് യാത്ര നമുക്ക് ബിൽഡ് ചെയ്ത് തരും. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് നമുക്ക് യാത്ര ബിൽഡ് ചെയ്ത് തരും. നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ചില മൊമെന്റുകൾ, സ്പോണ്ടേനിയസ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ സ്കില്ലുണ്ട്, അത് നമുക്ക് യാത്ര ബിൽഡ് ചെയ്ത് തരും. മാനേജ്മെന്റ് സ്കിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, നമുക്ക് ടൈം ടു ടൈം കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനുള്ള സ്കില്ല് നമുക്ക് യാത്ര ബിൽഡ് ചെയ്ത് തരും. അതായത് ഞാൻ കൃത്യമായിട്ട് ലൈഫിൽ എല്ലാത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ യാത്രയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയുന്ന ഒരാളാണ് ഞാൻ. അത് ഇൻവെസ്റ്റ് ചെയ്താൽ ബ്രെയിൻ ആക്ടിവേറ്റ് ആവും. അത് അവരുടെ
പ്രൊഫഷനിലും കരിയറിലും ഭയങ്കരമായിട്ടുള്ള ഗുണങ്ങൾ അവർക്ക് ഉണ്ടാക്കും. ഞാൻ ഇത് പഠിച്ചൊരു കാര്യം, ഞാൻ യാത്രയായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ വർക്കിന് വേണ്ടി യാത്ര ചെയ്യുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് യാത്ര എന്നെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇദ്ദേഹം ഈ പറയുന്ന പോലെ 100 രൂപ ഇൻവെസ്റ്റ് മാസം ഇടുന്നത് അതേ കോൺസെപ്റ്റിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വർഷം ഞാൻ എൻ്റെ എല്ലാ കാര്യത്തിനും, ഡ്രസ്സ് വാങ്ങാനും ഭക്ഷണം കഴിക്കാനും എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ നല്ലൊരു ലക്ഷ്യത്തിലെത്തണമെന്നുണ്ടെങ്കിൽ യാത്രക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെസ്റ്റാണ്. ഈ കോൺസെപ്റ്റ് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ തികച്ചും യോജിക്കുന്ന ഒരാൾ തന്നെയാണ്. ഓക്കെ, ഒരു വീഡിയോ കൂടെ കാണിക്കാം. ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അത്യാവശ്യം കാൽക്കുലേഷൻ നടത്തുന്ന ഒരാളാണ്. ഞാൻ ആദ്യം അത് സൂചിപ്പിച്ചു. അതായത് വരുന്ന പൈസക്കല്ലാതെ ഞാൻ ഒത്തിരി കടം മേടിച്ച് ഒരു പണിയും ചെയ്യുന്ന ഒരാളല്ല. കടം വീട്ടലാണ് എൻ്റെ ഹോബി. കാരണം ഈ കടം മേടിച്ചതിൻ്റെ പലിശ കൊടുത്ത ശീലമാണ് എൻ്റെ ബാല്യകാലത്തിന് മുഴുവനുള്ളത്. അപ്പം ഞാൻ അന്നെടുത്തൊരു തീരുമാനമുണ്ട്, ഞാൻ ആർക്കും പലിശക്ക് പൈസ കൊടുക്കാൻ പോകുന്നില്ല. 1, പലിശ മേടിച്ച് ഞാൻ ഇനി ജീവിക്കാനും പോകുന്നില്ല. 2, ഈ പലിശ കൊടുത്ത് മുടിയാനും പാടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ നമുക്ക് ഒരു പ്രോജക്റ്റ് നടക്കാൻ എത്ര പണം വേണം, അതിന് തുല്യമായ വരുമാനം ഉണ്ടാകുന്ന പദ്ധതികൾ നമുക്കുണ്ടാവണം. ഓക്കെ, നേരത്തെ എന്നോട് ചോദിച്ചൊരു ചോദ്യമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. അത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, വലിയ ഒരു ബിസിനസ് സക്സസ് പ്രൊഫൈൽ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് പോകാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എനിക്ക് ഈ ടോക്കിൽ അദ്ദേഹത്തിൽ ഫീൽ ചെയ്തൊരു കാര്യം. അതായത് ഇപ്പൊ എനിക്ക് നല്ലൊരു സക്സസ് പ്രൊഫൈൽ ഉണ്ട്, ഞാൻ എന്നെ കൺസൾട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് ഇത് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് എന്റെ പാസ്റ്റ് ജേണി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാം സംസാരിക്കുള്ളൂ. ഒരു ട്രെയിനർ അല്ലെങ്കിൽ ആ മേഖലയിൽ എത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ജേണി ആയിരിക്കും ചിലപ്പോൾ ഞാൻ പറയും ഞാൻ ഇങ്ങനെയാണ്, കുറെ പോയി അവസരങ്ങൾ ചോദിച്ചു, അവസാനം ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് തുടങ്ങി, പിന്നീട് അങ്ങനെ എൻ്ററായി. ഇതേ ജേണി ഒരിക്കലും വേറെ പ്രാക്ടിക്കലാക്കാൻ പറ്റില്ല. ഓരോ ആളുടെ സ്കിൽ അനുസരിച്ചിട്ടാണ് ഈ സംഭവം സെറ്റ് ചെയ്യുക. ഇപ്പൊ ഇതിൽ പറയുന്ന കടം വാങ്ങരുത് എന്ന് പറയുന്ന അതേ പോയിന്റിൽ ഉള്ളൊരു സംഭവമാണ് ഒരുപാട് പേര് ഇനീഷ്യലി കടം വാങ്ങിയിട്ട് സക്സസ് ആയ ആൾക്കാരുണ്ട്. ഇനീഷ്യലി ഫണ്ട് റേസ് ചെയ്തതിന് ശേഷം ആ റേസ് ചെയ്തത് പ്രോപ്പർലി ഇൻവെസ്റ്റ് ചെയ്തിട്ട് മില്യണേഴ്സ് ആയ ഇഷ്ടംപോലെ ആൾക്കാർക്ക് നമ്മളെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ ആക്ച്വലി വേണ്ടത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ്. കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവുകയും ആ ഐഡിയയിൽ നിങ്ങൾക്ക് ഒരാളെ പിച്ച് ചെയ്യാൻ പറ്റിയിട്ട് അവിടുന്ന് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റിയിട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയില്ല. ഡിപ്പെൻഡ് സിറ്റുവേഷൻ ആണ്. അപ്പൊ പ്യുവർലി ബിസിനസ് തുടങ്ങുന്ന എല്ലാവരും അത് ഫണ്ട് ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സ് അവിടെ ബിൽഡ് ചെയ്ത് ആ ഫണ്ടൊക്കെ കയ്യിലെടുത്തിട്ട് മാത്രമാണ് ബിസിനസ് തുടങ്ങുന്നത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അങ്ങനെയുള്ള ഓണ്ടർപ്രണേഴ്സിന്റെ ശതമാനം മേ ബി ഒരു 5% ബിലോയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ലോജിക്കലി ആലോചിച്ചാൽ മതി. ഫണ്ട് കയ്യിൽ വെച്ചിട്ട് ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പലർക്കും പറ്റുന്നൊരു കാര്യമല്ല. എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് കല്യാണം കഴിക്കാന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ കയ്യിൽ ഫണ്ട് വന്നിട്ട് ഞാൻ ബിസിനസ് തുടങ്ങുമെന്ന് പറയുന്ന ഒരു കാര്യം. ഇനി നമുക്ക് ഒരു സെഗ്മെന്റിലേക്ക് പോവാം. എൻ്റെ കയ്യിൽ കുറച്ച് കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ 2 കാർഡ്സ് വീതം തരും. ഓക്കെ, അപ്പോൾ ഇത് സെലക്ട് യുവർ കാർഡ് എന്നാണ് സെഗ്മെന്റിന്റെ പേര്. അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് ഈ 2 കാർഡിലും ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ക്ലയന്റ് വരുമ്പം ഇതിൽ ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക? ഓക്കെ, ഇതിൽ എന്താണ് ഇതിൽ എഴുതിയിരിക്കണേ? ഇതിൽ ഒന്ന് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഒന്ന് കൊമേഴ്ഷ്യൽ ആഡ് പ്ലേസിംഗ്. ഇത് രണ്ടും ഉള്ളത്. ഇതിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നേരത്തെ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇനി അധികം പ്രിഫർ ചെയ്യാത്തൊരു സെഗ്മെന്റ് ആണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. കാരണം ക്രെഡിബിലിറ്റി ഭയങ്കര പ്രശ്നമാണ്. അൺലെസ് ഭയങ്കര ലോയൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വർഷം കൂടി ഞാൻ ചിലപ്പോൾ ക്ലയൻസിന് പ്രിഫർ ചെയ്യും ഇന്ന് ഇൻഫ്ലുവൻസർ ചൂസ് ചെയ്തു എന്നുള്ളത്. അടുത്ത വർഷം മുതൽ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്ത കമ്പനി ആണെങ്കിൽ ആ കമ്പനീനെ ഇൻഫ്ലുവൻസർ ആക്കി മാറ്റുന്ന ലെവലിലായിരിക്കും ബിൽഡ് ചെയ്യുക. കൊമേഴ്ഷ്യൽ ആഡ് പ്ലേസിംഗ് എന്നുള്ള നല്ല അടിപൊളി കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഡൗവിന്റെ റിയൽ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. അതായത് അവരുടെ പരസ്യത്തിൽ ഒരിക്കലും മോഡൽസിനെ അല്ല വെക്കുക. എല്ലാ പരസ്യത്തിലും വ്യത്യസ്തമായിട്ടുള്ള, അതിൽ മെലിഞ്ഞ ആൾക്കാരുണ്ടാവും, തടിച്ച ആൾക്കാരുണ്ടാവും, കളർ ഡിം ആയിട്ടുള്ള ആളുണ്ടാവും, ബ്രൈറ്റ് ആയിട്ടുള്ള, അങ്ങനെ എല്ലാവർക്കും ബ്യൂട്ടി ഉണ്ട്. ആ ബ്യൂട്ടിയാണ് അവരുടെ എല്ലാ കൊമേഴ്ഷ്യൽ ആഡിലും വരിക. ഇത് അവരുടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ്. ഇങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യാൻ കൊമേഴ്ഷ്യൽ ആഡ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതി നേരത്തെ പറഞ്ഞ ന്യൂറോ മാർക്കറ്റിംഗിൽ അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് ആണ് കൊമേഴ്ഷ്യൽ ആഡ് എന്ന് പറയുന്നത്. പക്ഷെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, ശരി. ഇനി അടുത്ത 2 കാർഡ് എന്താ അതില്? ഇതിലുള്ളത് ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഒന്ന് റെഫറൽ മാർക്കറ്റിംഗ്. ഏതാണ് പ്രിഫർ ചെയ്യുക? ഇപ്പോഴത്തെ ടൈമിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിർബന്ധമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ടേം പലപ്പോഴും പ്രശ്നമായിട്ട് വരാറുണ്ട്. അതായത് നമ്മൾ പെയ്ഡ് ആയിട്ട് ചെയ്യുന്ന ആഡുകൾ മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു ധാരണയുണ്ട്. അതായത് പൈസ കൊടുത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഒക്കെ പറയുന്ന ടൂളുണ്ട്. അത് മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതല്ല. ഡിജിറ്റലി നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് നിർബന്ധമായിട്ടും ഈ രണ്ടെണ്ണത്തിലാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എല്ലാ ബ്രാൻഡുകളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രിഫർ ചെയ്യണം തന്നെയാണ്. അത് ഫോക്കസ് ചെയ്യണം. ഡിജിറ്റലി നല്ല രീതിയിലേക്കുള്ള ഇമേജ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാതെ നല്ലൊരു ബ്രാൻഡായിട്ട് മാറണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനിയുള്ള ടൈമിലേക്ക്. ഇനി ലാസ്റ്റ് ഞാൻ ഷംസിൻ്റെ അടുത്ത് ഒരേ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ.
മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന വേറൊരു രീതിയാണ് നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതി. അത് പല രീതിയിലും ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്ത് ആൾക്കാരുടെ അറ്റൻഷൻ സീക്ക് ചെയ്തിട്ട് മാർക്കറ്റിനെ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന അതിനോടുള്ള ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ അതിനെ എങ്ങനെ താങ്കൾ കാണുന്നു? ഈ കോൺട്രവേഴ്സി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഈസി ആയിട്ട് ഈ കോൺട്രവേഴ്സിയാണ് ഏറ്റവും കൂടുതൽ വൈറലാവാൻ ഉപകാരപ്പെടുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പെട്ടെന്ന് വൈറലാവാം, എന്നിട്ട് നമ്മൾ ബിസിനസ്സിൽ കണക്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആണത്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ കോൺട്രവേഴ്സി ഭയങ്കര നെഗറ്റീവായിട്ട് ബിൽഡ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ DQവിൻ്റെ ഒരു പരസ്യമുണ്ട്. IQ എന്ന് പറയുന്ന മൊബൈൽ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ പുതിയൊരു സീരീസ് Neo 7 Pro ഐ തിങ്ക് അത് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അദ്ദേഹം ആദ്യമൊരു വീഡിയോ ഇട്ടു. ആ വിഷയത്തിൽ അദ്ദേഹം എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഐ എം ഡിപ്രസ്ഡ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അത് ആൾക്കാർ ഭയങ്കരമായിട്ട് ചെയ്യും. കാരണം DQ പോലെ ഒരാൾ അങ്ങനെ ഒരു കാര്യം ഇതുവരെ ഇട്ടിട്ടില്ല. വലിയ എന്തോ പ്രശ്നം വരുന്നതാണ് ആൾക്കാർ വിചാരിച്ചത്. അതിന്റെ കുറേ കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് അദ്ദേഹം അതിന്റെ സെക്കൻഡ് വീഡിയോ ഇട്ടു. ആ സെക്കൻഡ് വീഡിയോയിലുള്ളത് അദ്ദേഹം ഒരു മെഡിറ്റേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു വീഡിയോ ആണ്. അതിൽ വോയിസ് ഓവർ വരുന്നുണ്ട്. നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങൾ IQ മൊബൈലിന്റെ സ്മൂത്ത്നെസ് ഫോക്കസ് ചെയ്യണം, അതിന്റെ പ്രൊസസ്സർ മനസ്സിൽ കൊണ്ടുവരരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം ആ സൈഡിലുള്ള മൊബൈൽ എടുത്തിട്ട് യൂസ് ചെയ്യണം. അതായത് അഡിക്ഷൻ, അദ്ദേഹം ഡിപ്രസ്ഡ് ആവാനുള്ള കാരണം മൊബൈലിന് അഡിക്റ്റ് ആയിട്ടാണ്. അത്രയും അഡിക്ഷൻ ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ക്വാളിറ്റിയും IQന് ഉണ്ട് എന്നാണ് അവർ പുഷ് ചെയ്തൊരു കാര്യം. പക്ഷെ ഇത് ദുൽഖറിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമേജ് ബിൽഡ് ചെയ്തൊരു സാധനമാണ്. അതായത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് നാളെ റിയൽ ആയിട്ട് ദുൽഖർ ഒരു കാര്യം അഡ്രസ് ചെയ്താലും ആൾക്കാർ എന്ത് വിചാരിക്കും? പരസ്യത്തിന്റെ ഭാഗമായിട്ട് ചെയ്യണം വിചാരിക്കും, ഉറപ്പായിട്ടും വിചാരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു എലമെന്റ് എന്ന് പറയുന്നത്. നാളെ ഈ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് എന്തെങ്കിലും ഒരു ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ സൊസൈറ്റിയിൽ വന്ന ആളെ ആദ്യം എന്ത് വിചാരിക്കും? നമ്മൾ പണ്ട് പുലി വരുന്നതെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ശരിക്കും പുലി വന്നാലും ആൾക്കാർ ശ്രദ്ധിക്കില്ല. അപ്പൊ ഈ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ ടു ഗുഡ് എന്ന് ഞാൻ പറയും. പെട്ടെന്നൊരു പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മോഡാണെങ്കിലും ഞാൻ ബ്രാൻഡിന് പൊതുവെ നല്ലൊരു ബ്രാൻഡായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ഞാൻ പൊതുവെ പ്രിഫർ ചെയ്യാല. കാരണം ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഇമോഷണൽ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ആൾക്കാരായിട്ട് നല്ല ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. നേരത്തെ ഡൗവിന്റെ റിയൽ ബ്യൂട്ടി എന്ന് പറഞ്ഞില്ലേ, അതേപോലെ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയിലെ കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൊസിഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. ബെനട്ടൺ എന്ന് പറഞ്ഞൊരു ഫാഷൻ ബ്രാൻഡ് ഉണ്ട്, അറിയാലോ. ഈ ബെനട്ടന്റെ പരസ്യങ്ങൾ മുന്നിൽ 1965, 75 അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ബ്രാൻഡാണ്. അവരുടെ പല പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൊസൈറ്റീന്റെ ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നതാണ്. ഒരു പ്രീസ്റ്റും നണ്ണും, അതായത് ഈ പള്ളിയിലച്ഛനും സിസ്റ്ററും തമ്മിൽ കിസ് ചെയ്യുന്ന ഒരു ഫോട്ടോ അവർ അഡ്രസ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് സൊസൈറ്റിയിൽ നടക്കുന്ന റിയാലിറ്റീനെ അവർ പുഷ് ചെയ്തതാണ്. ഏത് ബ്രാൻഡ് ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ളത് അഡ്രസ് ചെയ്യും? ഒരു ബ്ലാക്ക് വുമൻ വൈറ്റ് ബേബിക്ക് പാല് കൊടുക്കുന്നത്, ഫീഡ് ചെയ്യുന്നത് അവർ ക്യാമ്പയിനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര അഡ്രസ് അവർ ബിൽഡ് ചെയ്യുന്നത് ഒരു ബോൾഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. നിങ്ങൾ ബെനട്ടൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഡ്രസ്സ് ഇടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ബോൾഡ്നെസ് അഡ്രസ് ചെയ്യുന്ന പേഴ്സണാലിറ്റി ആയിട്ട് മാറും. ഇതാണ് ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഈ സാധനം നമ്മളെ ബ്രാൻഡിനെ ബിൽഡ് ചെയ്യാൻ പറ്റണം. ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതൊരു പൊളിറ്റിക്സ് അതിലുണ്ടാവണം, അതൊരു സൊസൈറ്റി കൊടുക്കുന്ന അഡ്രസ് ആയിരിക്കണം. ഇതല്ലാതെ വെറുതെ സെയിൽ മാത്രം ബിൽഡ് ചെയ്താൽ സർവൈവിങ് സ്കില്ല് കുറയും. നാളെ ഒരു കോമ്പറ്റീറ്റർ വന്നു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇത് രണ്ട് ഒരേ സാധനം മാർക്കറ്റിൽ മൾട്ടിപ്പിൾ വരുന്നതുകൊണ്ട് പ്രശ്നമുണ്ടെന്ന് പറയുന്ന ഒരാൾ ഒന്നുമല്ല ഞാൻ. അപ്പൊ നാട്ടിൽ ഒരു 5 ഡോക്ടർ ഉണ്ട്, 5ാമത് വരുന്ന ഡോക്ടർ നമ്മൾ തോളത്തായിട്ട് മോനെ സുഖമില്ലെന്ന് ചോദിക്കുന്ന ഡോക്ടറാണെങ്കിൽ ആൾക്കാർ അങ്ങോട്ടേക്ക് പോകും. ബിക്കോസ് ഹി ഈസ് ഗിവിംഗ് സംതിങ് അഡീഷണൽ. ഇതാണ് ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്നത് നിർബന്ധമില്ല. നിങ്ങൾ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി അവിടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആയി എന്തൊക്കെയാണ് ഷംസ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു വ്യക്തിനെ സ്പെഷ്യൽ ആക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഓരോ കാര്യങ്ങളും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഷംസ് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. താങ്ക് യു ഷംസ്. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ. ഒരുപാട് ഇനിയും നല്ല രീതിയിൽ ഒരുപാട് കമ്പനീസിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു.